ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് മലയാള സിനിമ ഇൻഡസ്ട്രിയുമായിട്ടുണ്ട് ആസ് എ പ്രൊഡ്യൂസർ, അതുപോലെ തന്നെ ഇപ്പം ആസ് എ ആക്ടർ, പിന്നെ എല്ലാ മേഖലയിലും ടച്ച് ചെയ്ത് പോകുന്ന ഒരാളാണ്. അപ്പം ഇപ്പോൾ സമകാലികമായ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ വളരെ വലിയൊരു ഇത് പറയുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ മലയാള സിനിമയിലോ അല്ലെങ്കിൽ സിനിമയിൽ മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ അതുണ്ട്. എന്നാൽ പോലും അങ്ങയുടെ എക്സ്പീരിയൻസ് ഇതുമായിട്ട് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ഇല്ല, പണ്ടത്തെ കാലത്തൊന്നും ഇപ്പോൾ ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത് ശരിക്കും ഡ്രഗ്സിനകത്ത് ആൽക്കഹോൾ കൂടി പെടുന്നതാണ്. അന്നത്തെ കാലത്ത് ആൽക്കഹോൾ മാത്രമേ നമ്മൾ ഒരു ഡ്രഗായിട്ട് കണ്ടിട്ടുള്ളൂ. ലൊക്കേഷന് മദ്യപിച്ച് വന്നിരുന്ന ആർട്ടിസ്റ്റുകളുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. നമ്മുടെ സീനിയർ ആക്ടേഴ്സ് ഉൾപ്പെടെ മദ്യപിച്ച് വരും. പക്ഷേ അവരൊക്കെ അവരുടെ പ്രൊഫഷണൽസ് ആയിരുന്നു. അവരുടെ ജോലി ഒരു വിധത്തിലും ബാധിച്ചിട്ടില്ല. 8 മണി എന്ന് പറഞ്ഞാൽ 8 മണിക്ക് അവിടെ ഉണ്ടാവും. മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരാൽ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ടില്ല. മേ ബി അല്ലറ ചില്ലറ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു മാരകമായ ഒരു പ്രശ്നം ഇതുവരെ എൻ്റെ അറിവിൽ വന്നിട്ടില്ല. മദ്യം കഴിച്ചിട്ട് ഉണ്ടായിരുന്ന കുറച്ച് പേരെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒതുക്കി മാറ്റി നിർത്തുകയും ചെയ്യും. അവർ നമ്മൾ വേണ്ടെന്ന് വയ്ക്കും. എനിക്ക് തന്നെ എൻ്റെ അനുഭവങ്ങളിൽ 1-2 ആർട്ടിസ്റ്റ് വളരെ മോശമായിട്ട് തോന്നിയവരെ ഞാൻ പിന്നീട് ജന്മം ചെയ്ത് വിളിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതെൻ്റെ ഇഷ്ടമല്ലേ. കാരണം ഞാനെന്തിനാ അവരെ മേയിച്ചുകൊണ്ട് നടക്കണം. അത് അന്ന് മദ്യപിച്ചിരുന്ന കാലത്ത്. പക്ഷേ ഇപ്പം അതല്ല. ഇപ്പം മദ്യപാനമല്ല പ്രശ്നം. ഇപ്പോൾ ഉള്ള ഈ മെയിൻലി ഡ്രഗ്സ് എന്ന് വിളിക്കുന്ന സോ കോൾഡ് ഐറ്റംസാണ് ഇപ്പോഴത്തെ പ്രശ്നക്കാർ. അപ്പോൾ അതും കൂടുതലും ചെറുപ്പക്കാരാണ്. ഈ ചെറുപ്പക്കാരുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇതില്ലെങ്കിൽ അഭിനയിക്കാൻ പറ്റില്ല എന്ന ലെവലിലോട്ട് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് അതിനുള്ള പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ സിനിമ മേക്കിംഗ്. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ ഒരു 7 മണി എന്ന് പറഞ്ഞാൽ 7 മണിക്ക് ഷോട്ട് എടുത്തിരിക്കും. 6 മണിക്ക് എല്ലാവരും വരും. നമ്മുടെ ബാക്കി ലൈറ്റപ്പൊക്കെ ചെയ്ത് ഒരു 7 മണി അല്ലെങ്കിൽ 7:30 മണിയാകുമ്പോഴേക്കും നമ്മൾ ഫസ്റ്റ് ഷോട്ട് എടുത്തിരിക്കും. എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബിഫോർ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒരു സീൻ പറ്റുമെങ്കിൽ ഒരു സീൻ തന്നെ തീർക്കും. ഒരു 8, 8:30, 9 ഈ പറഞ്ഞ പോലെ ശരി ഒരു സീൻ തീർന്നു. വലിയ സീനായിരിക്കില്ല, ചെറിയ സീനായിരിക്കും. ആ സീൻ തീർത്ത് കഴിഞ്ഞു. കാരണം ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു സമയമാണ് ഈ രാവിലെ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ബ്രേക്കെല്ലാം കഴിഞ്ഞ് ഒരു മേ ബി 9:30, 10 മണിയാകുമ്പോഴേക്കും നമ്മൾ അടുത്ത സീനിലേക്ക് കടക്കുന്നു. ഇന്നങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇന്നെല്ലാവരും വരുന്നതും അസംബിൾ ചെയ്യുന്നതും തുടങ്ങുന്നതൊക്കെ 11 മണി 12 മണിക്കൊക്കെയാണ് ഷൂട്ട് തുടങ്ങുന്നത്. ഇതിന് പല റീസൺ പറയുന്നു. ഒന്ന്, ഇന്നത്തെ കാലം മാറിപ്പോയപ്പോൾ ആൾക്കാരുടെ സൗകര്യങ്ങൾ കൂടി. അപ്പോൾ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നേരെ കാരവനിലോട്ട് കയറുന്നു, മേക്കപ്പ് ചെയ്യാൻ ടൈം എടുക്കുന്നു, അവിടെ നിന്ന് നടന്നു വരാൻ ടൈം എടുക്കുന്നു. മറ്റതെല്ലാവരും ഒരേ സ്ഥലത്താണ് ഇരിക്കുന്നത്. ഒരാൾ ചെവിക്ക് പിടിച്ച് അപ്പം തന്നെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കാം. ഇപ്പം അത് പറ്റുന്നില്ല. ഇപ്പോൾ 5 കാരവനുണ്ടെങ്കിൽ 5 കാരവനിൽ ഇറക്കി കൊണ്ടുവരാൻ തന്നെ ഒരു ഷോട്ടിന് ചിലപ്പോൾ ടൈം എടുക്കും. അപ്പോൾ അങ്ങനെ കുറേ നമ്മുടെ ആ ഒരു കൺവീനിയൻസിൻ്റെ മാറ്റർ വന്നപ്പോൾ തന്നെ ഇതിൽ മാറ്റം വന്നു. ഈ കൺവീനിയൻസ് കൂടി പോയി കഴിഞ്ഞപ്പോൾ പ്രൈവസി കൂടി. ഈ പ്രൈവസിക്കകത്ത് ഇപ്പോൾ ഇവർക്ക് പറ്റുന്ന ഏറ്റവും വലിയ ഗുണം യങ്സ്റ്റേഴ്സിന് അവരകത്ത് കയറി കഴിഞ്ഞാൽ അവരുടെ ഈ പറയുന്ന ആക്ടിവിറ്റീസ് എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ പലരും ഞാനിപ്പോൾ കേൾക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വന്ന് 10-11 മണിക്കൊക്കെ വരും. വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കഴിച്ച് അവർ സൗകര്യത്തിന് ഇറങ്ങി വരുമ്പോൾ 12 മണിയൊക്കെ കഴിയും. അത് കഴിയുമ്പോഴേക്കും 1-2 ഷോട്ട് എടുത്ത് കഴിയുമ്പോഴത്തേനും ലഞ്ച് ബ്രേക്കായി. പിന്നെ അത് കഴിയുമ്പോഴേ അവരവരുടെ വേറെ ലോകത്തേക്ക് പോകുന്നു. വൈകിട്ട് 5-5:30 ആകുമ്പോൾ വീണ്ടും ഷൂട്ടിംഗ് നിർത്തി വയ്ക്കുന്നു. ഒരു സീൻ പോലും ഒരു ദിവസം പല ദിവസങ്ങളിൽ എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ പലപ്പോഴും ഈ പ്രൊഡ്യൂസറുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്ന ഒരു സെഗ്മെൻ്റ് ഉണ്ടായിരുന്നത് പഴയ ആൾക്കാർ തന്നെയാണ്. ഇന്നത്തെ യങ്സ്റ്റേഴ്സ് അതിനോട് അത്രയും സഹകരിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ ആധികാരികമായിട്ട് പറയാൻ ഈ അടുത്തൊന്നും സിനിമ എടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ പലയിടത്തുനിന്നും ഞാൻ മനസ്സിലാക്കുന്ന കാര്യമാണ്. ഞാൻ ഇന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഇതിലൊക്കെ മെമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ ആക്റ്റീവായിട്ട് അമ്മയിലും മെമ്പർ. ഞാൻ അമ്മയിലും മെമ്പറാണ്. ആത്മ എന്ന് പറയുന്ന അസോസിയേഷനിലെ മെമ്പറാണ്. അപ്പോൾ എല്ലാ അസോസിയേഷൻസിലും ഇപ്പോഴും ഞാൻ ആക്റ്റീവാണ്. അതുകൊണ്ട് ഇന്ന് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഏത് കാര്യമാണെങ്കിലും ആധികാരികമായിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണ്. എന്നുവെച്ചാൽ എൻ്റെ ഒരു പ്രവൃത്തി പരിചയം ഇപ്പോൾ എനിക്കില്ല. ഞാൻ 2002 കഴിഞ്ഞിട്ടൊരു സിനിമ ഞാൻ നിർമ്മിച്ചിട്ടില്ല. പക്ഷേ ഞാൻ സീരിയൽ നിർമ്മിച്ചിട്ടുണ്ട്. ഞാൻ ഒരു 3 സീരിയൽ ഇടയ്ക്ക് നിർമ്മിച്ചു. അപ്പോഴും ഞാൻ ആക്റ്റീവായിരുന്നു. അപ്പോൾ ടോട്ടലി നമ്മളിപ്പോൾ ഇൻഡസ്ട്രി എന്ന് മനസ്സിലാക്കുന്ന ഈ പറയുന്ന ഡ്രഗ് എന്ന് പറയുന്ന സാധനം അബ്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം. പല രീതിയിലും ആൾക്കാരെ വളരെ വളരെ മോശമായിട്ട് എഫക്റ്റ് ചെയ്തു തുടങ്ങി. അത് അവരെ മാത്രമല്ല, അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ്. ഇപ്പം തന്നെ ഈ അടുത്ത് നമ്മളൊരു വലിയ ഇൻസിഡൻറ്റ് ഇപ്പം കണ്ടതേ ഉള്ളൂ. പേരുകളൊന്നും നമ്മളവിടെ പറയുന്നില്ല. അപ്പോൾ വലിയൊരു ഇൻസിഡൻറ്റ് ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഒരു ആർട്ടിസ്റ്റ് വേറൊരു ആർട്ടിസ്റ്റിന് എഗൻസ്റ്റായിട്ട് ഡ്രഗ് ഉപയോഗിച്ച് മോശമായി പെരുമാറി എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഇൻസിഡൻസ് ഇനി കൂടാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്
കൂടാതിരിക്കണമെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം എടുത്തേ പറ്റൂ. അതെ. നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു പോയിന്റിലേക്കാണ് ഞാൻ എത്തുന്നത്. അതായത് ഒരാൾ വേണ്ട എന്ന് തീരുമാനിച്ചാൽ എന്തിനാ അയാൾ തന്നെ വേണമെന്ന് എന്തിനാ വാശി പിടിക്കുന്നത്? യു പ്ലീസ് കട്ട് ഹിം ഔട്ട്. അയാളെ വേണ്ടെന്ന് വെക്കുക. അതെ, അതാണ് ഏറ്റവും നല്ലൊരു പണിഷ്മെന്റ്. യെസ്. അപ്പം ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോഴാണല്ലോ അമിതമായ സാമ്പത്തികം വന്നുകൊണ്ടിരിക്കുന്നത്. അതെ, അയാളെ മാറ്റി നിർത്തുക. അപ്പം അയാൾക്ക് കുറച്ച് കഴിയുമ്പോൾ അയാൾ നാച്ചുറലി അയാൾ നോർമൽ ആകും. ആകുന്നില്ലെങ്കിൽ അയാളുടെ ജീവിതം നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അയാൾ ചെയ്തോട്ടെ. ദാറ്റ്സ് നൺ ഓഫ് അവർ കൺസേൺ. നമ്മളെ സംബന്ധിച്ച് നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് അവർ നമ്മുടെ ഒരു കോൺട്രാക്റ്റ് വെച്ച് വന്ന് അവർ മര്യാദയ്ക്ക് പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ അവർ വയ്ക്കരുത്. തീർച്ചയായിട്ടും. ഗ്രേറ്റ്. അത് തന്നെയാണ് കറക്റ്റ് ഒരു ഇത് അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ യങ് ജനറേഷന് ഈ സിനിമയിലേക്ക് വരുന്നവർക്ക് ഇത്രയും എക്സ്പീരിയൻസ് കൊണ്ട് എന്ത് ഉപദേശമാണ് അങ്ങേക്ക് കൊടുക്കാൻ പറ്റുന്നത്? അല്ല, അവരെ ഉപദേശിക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ ഇവരെല്ലാവരും ഇന്നത്തെ ജനറേഷൻ വരുന്നവർ പഴയ ആൾക്കാരെ പോലെയല്ല. പഴയ ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് ഇവിടുന്ന് നോളജ് കിട്ടാൻ കുറച്ച് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വേണ്ടി വന്നു. യങ്സ്റ്റേഴ്സിന് ഇപ്പോൾ ആവശ്യം വരുന്നില്ല. കാരണം അവർ ഈ പറയുന്ന സോഷ്യൽ മീഡിയ മുഖേനയും അല്ലെങ്കിൽ ബാക്കിയുള്ള ഇന്നത്തെ ഈ ഡിജിറ്റൽ മീഡിയ മുഖേനയും എല്ലാം വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ദിവസം ചെവി കൂടെ കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ കാണുന്നുണ്ട്. അവർക്കെല്ലാം അറിയാം. അവരെല്ലാം അതനുസരിച്ച് മാറാനും ഈ പഴയ ആൾക്കാരിൽ കുറേ നന്മയുണ്ട്. ആ നന്മ നമ്മുടെ ഇന്നത്തെ യങ്ങർ ജനറേഷന് കുറവാണ്. അതായത് പ്രേം നസീറിനെ കുറിച്ച് പറയുന്ന ഒരു സംഭവം, അതായത് അദ്ദേഹം ഒരു നല്ല നടനാണ്, പക്ഷെ അതിലുപരി ഏറ്റവും നല്ല മനുഷ്യനായിരുന്നു. ഈ അഭിനയം ജീവിതം നമ്മുടെ പൈസ വരുന്നു, നമുക്ക് സ്റ്റാർഡം ഉണ്ടാകുന്നു. അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറുമെങ്കിലും മനുഷ്യത്വം മാറാതിരിക്കാൻ ശ്രമിക്കണം അല്ലേ? അതെ അതെ അതെ. അത് ശരിക്കും പ്രേം നസീർ ഒരു റോൾ മോഡൽ തന്നെ ഈ ഇൻഡസ്ട്രിയിൽ പറയാൻ പറ്റും. തീർച്ചയായിട്ടും. അങ്ങനെ 700 സംതിങ് പടങ്ങൾ അഭിനയിച്ചു. ഇത്രയും ലോക റെക്കോർഡ് സ്ഥാപിച്ച വേറൊരു മനുഷ്യൻ തന്നെ, ഒരു ആർട്ടിസ്റ്റ് തന്നെ ഇന്ന് ജീവിച്ചിരിപ്പന്നല്ല, ഇനി വരാൻ പോകുന്നില്ല. അപ്പോൾ അദ്ദേഹം എല്ലാവരോടും കാണിച്ചിരുന്ന ഒരു അനുകമ്പ അല്ലെങ്കിൽ അദ്ദേഹം കാണിച്ചിരുന്ന ആ ഒരു സ്നേഹം, അത് എനിക്ക് തോന്നുന്നില്ല വേറെ ഇന്നത്തെ. അതൊക്കെ ലോസ്റ്റാണ്. അതൊന്നും ഇല്ല. ഇന്ന് ഒരു പ്രൊഡ്യൂസറിന് ഒരു നഷ്ടം വന്നാൽ ആര് തിരിച്ചു നോക്കും? ആരുമില്ല. ഈ അടുത്ത കാലത്ത് ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. ഈ അടുത്ത കാലത്ത് ഒരു നടൻ ഒരു സിനിമയിൽ 2 കോടി രൂപ എനിക്ക് തരണ്ട എന്ന് പറഞ്ഞതായിട്ട് എനിക്കറിയാം. ശരി. അതൊക്കെ വലിയ റെയർ കേസാണ്. ബാക്കി എല്ലാവരും എൻ്റെ പൈസ എനിക്ക് കുത്തിന് പിടിച്ച് വാങ്ങിക്കണം. സ്ഥിരം ഇവിടെ പറയുന്ന ഒരു പല്ലവി എന്താണെന്നറിയാം, ഞാനിപ്പോൾ ആർട്ടിസ്റ്റുമാണ്, പ്രൊഡ്യൂസറുമാണ്. പക്ഷേ ഇപ്പോൾ കൂടുതലും ആർട്ടിസ്റ്റാണ്. എന്നാൽ പോലും ഞാൻ പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അതായത് ഒരു പ്രൊഡ്യൂസർക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റുകൾ പറയുന്ന ഒരു സ്ഥിരം പല്ലവിയുണ്ട്, അയാൾക്ക് കൂടുതൽ കാശ് കിട്ടിയാൽ നമുക്ക് എന്താ എക്സ്ട്രാ വല്ലതും തരുമോ? പക്ഷേ എത്ര പേര് ഇതുവരെ കാശുണ്ടാക്കുന്നുണ്ട്? നമ്മൾ തിരിച്ചതുകൂടെ ചിന്തിക്കണം. ഒരു വർഷത്തിൽ 225 സിനിമ ഇറങ്ങിയാൽ അതിനകത്ത് 30-40 സിനിമയാണ് കഷ്ടിച്ച് ഓടുന്ന സിനിമകൾ. ഇത് പൈസ റിക്കവർ ചെയ്യുന്ന സിനിമ. ബാക്കിയുള്ള എല്ലാവരുടെയും നഷ്ടം ഒന്ന് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 1000 കോടിക്ക് മേളിലാണ് ഒരു വർഷം ഇൻഡസ്ട്രിക്ക് നഷ്ടം. അപ്പോൾ ഇത്രയും നഷ്ടപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയിൽ നമ്മളാലാകുന്ന ചെറിയ ഒരു സഹായം നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്ന് വെച്ചാൽ വലിയ എമൗണ്ടല്ല. ഇപ്പോൾ ഈ ദിവസക്കൂലിക്ക് വരുന്ന ആർട്ടിസ്റ്റുകൾ, ഇപ്പോൾ ഞാൻ തന്നെ വലിയൊരു ആർട്ടിസ്റ്റ് ലെവലൊന്നും ഞാൻ എത്തിയിട്ടില്ല. ഞാനൊക്കെ മേടിക്കുന്ന പറഞ്ഞാൽ ഡെയിലി ഒരു ഫിക്സഡ് എമൗണ്ട് പറയും, അത് എനിക്ക് കിട്ടാറുമുണ്ട്. മാന്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടാറുണ്ട്. എൻ്റെ പഴയ ബാക്ക്ഗ്രൗണ്ടും അല്ലാതെയുള്ള ഇപ്പോഴുള്ള സീനിയോറിറ്റി വെച്ചിട്ടാണ് എനിക്ക് കിട്ടുന്നത്. അതേസമയം അങ്ങനെയല്ല. ഇപ്പോൾ വലിയ വലിയ ആർട്ടിസ്റ്റുകളെന്നൊക്കെ പറഞ്ഞാൽ പെർ ഡേ ലാക്സാണ് പറയുന്നത്. അവർ പറഞ്ഞിട്ട് സപ്പോസ് ഒരു പടത്തിൽ അഭിനയിച്ച് കഴിയുമ്പോൾ 50 ലക്ഷം കിട്ടി, പ്രൊഡ്യൂസർക്ക് ഭയങ്കര ഭീകരമായ നഷ്ടം വന്നു, അതിൽ 10 ലക്ഷം രൂപ അവസാനം കൊടുക്കാനുണ്ട്. അതും കുത്തിന് പിടിച്ചാണ് മേടിക്കുന്നത് എല്ലാവരും. എന്നാൽ അതേസമയം അയാളുടെ ഒരു നിസ്സഹായത, അയാളുടെ അവസ്ഥ ആ സമയത്ത് ആരും പരിഗണിക്കില്ല. അപ്പം ഞാൻ പറയുന്ന ആ ഒരു സമയത്ത് നമുക്ക് 50 പറഞ്ഞു, 40 തന്നില്ലേ അയാൾ, ഒരു 10 രൂപ പോട്ടെ എന്ന് വയ്ക്കുക. കാരണം നഷ്ടപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയല്ലേ. തീർച്ചയായിട്ടും. അപ്പോഴാണ് ഈ തിരിച്ചുള്ള ഡയലോഗ് എപ്പോഴും ഞാൻ കേൾക്കുന്നത്. സപ്പോസ് അതായത് അയാൾക്ക് ലാഭം കിട്ടിയിരുന്നെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ തരുമോ? തീർച്ചയായിട്ടും എടുത്താറുണ്ട്. കാരണം അത് അത്രയും റിസ്ക് അയാൾ എടുക്കുന്നുണ്ട്. നമുക്ക് റിസ്ക് ഒന്നുമില്ലല്ലോ. നമ്മൾ ചെയ്യുന്ന എഫേർട്സിന് നമുക്കൊരു ജോലി എമൗണ്ട് പറയുന്നു, അതിൽ ചെറിയൊരു പാർട്ട് പേയ്മെൻറ്റ് നമുക്ക് കിട്ടിയില്ല. മനസ്സാക്ഷി ഉണ്ടെങ്കിൽ അത് വിട്ടുവീഴ്ച ചെയ്യണം എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ അത് ഒരു ക്ലാസ് ശരിക്കും നിർബന്ധമാണ്. പിന്നെ മാത്രമല്ല സീനിയേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് ഇന്നത്തെ യങ്സ്റ്റേഴ്സ് പലരും അങ്ങനെയില്ല.
ഇപ്പം ഞാൻ ഒരു സീനിയർ എന്ന രീതിയിലല്ല പറയുന്നത്. ഈവൻ മധുസാർ എന്ന് പറയുന്ന ഒരു വ്യക്തി പോലും ഇന്ന് ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ ഇതാരേ ഏത് മധു എന്ത് മധു എന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പ്രോബ്ലം ഉണ്ട്. എന്നാ ഇവരെ മധുസാർ ആരാണ് പലർക്കും അറിയില്ല. പുള്ളി ഏത് സിനിമ അഭിനയിച്ചിട്ടുള്ളത്, സംവിധാനം ചെയ്തിട്ടുണ്ടോ, ഏത് ഇതിങ്ങനെ ചെറുപ്പക്കാർ ചോദിക്കുള്ളൂ. പലരും അവർക്കറിയില്ല. അവരുടെ ഒരു കാഴ്ചപ്പാട്, അവരുടെ ആ ഒരു ഇപ്പോഴുള്ള ഒരു 10 വർഷത്തിൻ്റെ ഇതായിരിക്കും അത് മാത്രമേ അവർ അറിയുന്നുള്ളൂ. അവരുടെ നോളജ് പരിമിതമായിട്ട് വരുന്നു. അത് വരരുത്. നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ട ആൾക്കാരെ, ഈ സിനിമ ഇത്രയും വളർത്തി കൊണ്ടുവന്ന ആൾക്കാരെ അവർക്കൊക്കെ കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് കൊടുത്തേ പറ്റൂ. അതെ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും സംശയമുണ്ടോ? അതെ, അദ്ദേഹത്തേക്ക് നമ്മൾ എന്നും ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യമല്ല. ഇതൊക്കെ പൊതുവേ എല്ലാവരും മധുസാറിന് പോലും ഈ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനത്തെ പലയിടത്തും കണ്ടിട്ട് അദ്ദേഹം ചിരിച്ച് തള്ളുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരിക്കലും അതിനെ ഒരു സീരിയസ് ആയിട്ട് എടുക്കുന്ന ആളല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ട്. പിന്നെ ഇനി അടുത്ത് ഇപ്പം സിനിമ ചെയ്യുന്നു, ഏതെങ്കിലും ഇനി സിനിമ എടുക്കണമെന്നുള്ള ആഗ്രഹം വല്ലതും ഉണ്ടോ? ഇല്ല, സിനിമ എടുക്കാൻ ഇനി ആഗ്രഹമില്ല, സത്യം പറഞ്ഞാൽ ഇല്ല. കാരണം ഞാനിപ്പോൾ തന്നെ ലോകം മുഴുവൻ കറങ്ങുന്നൊരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ലോകം മുഴുവൻ കറങ്ങുമ്പോൾ ഞാൻ അമേരിക്കയിൽ കഴിഞ്ഞ പ്രാവശ്യം ഫൊക്കാന കൺവെൻഷൻ്റെ ഒരു ഗസ്റ്റായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ പരിചയപ്പെട്ട് വരുമ്പോഴേക്കും പലരും, കാരണം എല്ലാവർക്കും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാം. അപ്പോൾ അവർ എന്നെ പറയും, ഈ പറഞ്ഞ പോലെ ഇനി ഒരു സിനിമ നോക്കിക്കൂടെ, അതിന് എത്രയാവും, ഒരു 10 കോടി ഞാൻ തരാം പൈസ, ഒന്ന് പണിക്കിലൊക്കെ എടുക്ക് എന്ന് പറയും. എനിക്ക് എൻ്റെ കാശ് സ്വന്തം സ്ഥലം ഞാൻ ഉണ്ടാക്കിയ കാശാണെങ്കിൽ അതിനെ വേറെ ആരുടെ അടുത്ത് എനിക്ക് കണക്ക് പറയേണ്ട കാര്യമില്ല. പക്ഷേ വേറൊരാളുടെ നിന്ന് കടം മേടിച്ചിട്ടോ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റിട്ടോ നമ്മളൊരു സിനിമ എടുത്താൽ അവസാനം അതിന് ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മുടേതാണ്. അവർ പറയും ഞങ്ങൾക്ക് പൈസ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരികയാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ലാഭം വേണ്ട എന്നൊക്കെ പറയും. പക്ഷേ പണം മുടക്കി 10 കോടി മുടക്കിയിട്ട് അതിനകത്ത് ആകെ 1 കോടി രൂപ തിരിച്ച് കിട്ടിയിട്ട് 9 കോടി നഷ്ടപ്പെടുമ്പോൾ വേദന വരുമ്പോൾ ഈ ദിനേശ് പണിക്കരെ തന്നെ തെറി പറയും. അയാൾക്കപ്പോൾ പറഞ്ഞുകൂടായിരുന്നു ഈ സിനിമ നഷ്ടം വരുന്നുള്ളത്, അല്ലെങ്കിൽ ഈ സിനിമയിൽ എന്നെ കൊണ്ട് ചാടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. എന്തിനാ ഈ വയസ്സാങ്കാലത്ത് ഞാൻ ഇതൊക്കെ ചീത്തപ്പേരുണ്ടാക്കുന്നത്? ഞാനിപ്പോൾ തമാശയ്ക്ക് പറയാം, ഉള്ള ചീത്തപ്പേര് മതി, ഇനി അത് കൂട്ടണ്ട. അതെ, അത് നല്ലൊരു തീരുമാനമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ എന്താണെന്നറിയോ, പ്രൊഡക്ഷൻ എന്നൊരു സാധനം ഇപ്പോൾ തൽക്കാലം എൻ്റെ അജണ്ടയിലില്ല. അത്യാവശ്യം ഇതുപോലെ സിനിമയൊക്കെ ചെയ്ത് ഈ ഈവൻസ് അല്ലെങ്കിൽ ലോകത്ത് പോകാനുള്ള ഞാനിപ്പോൾ എന്താ പറയുക, ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ലോകം മുഴുവൻ കാണാൻ ഇപ്പോഴും അവസരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എവറി 3 months എങ്കിലും ഒരു ഈവൻ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ പൂന എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ അസോസിയേഷൻ എന്നെ വിളിച്ചു. അവിടെ പോകാൻ റോയൽ ട്രീറ്റ്മെൻറ്റ് തരുന്നു, തിരിച്ചു വരുമ്പോഴേക്കും നല്ലൊരു പോക്കറ്റ് മണി പോക്കറ്റിലിട്ട് തരുന്നു. അത് മേടിച്ചുകൊണ്ട് 2 ദിവസം അവിടെ ആസ്വദിച്ച് വരുന്നു. ഇടയ്ക്ക് കഴിഞ്ഞ ഓണത്തിന് ഞാൻ ഹൈദരാബാദിലായിരുന്നു, അവിടുത്തെ ഗസ്റ്റായിട്ട് പോയി. അതിനിടയ്ക്ക് തിരുപ്പൂർ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഈറോഡ് പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങൾ ഈ പറഞ്ഞാൽ നമ്മളൊരു ഗസ്റ്റ് സ്പീക്കറായിട്ട് വിളിക്കുന്നത്. ഗസ്റ്റ് സ്പീക്കർ എന്ന് പറയുമ്പോൾ ഞാൻ വലിയ പ്രാസംഗികനായതുകൊണ്ടായിരിക്കില്ല ചിലപ്പോൾ വിളിക്കുന്നത്. മേ ബി ബിക്കോസ് ഈ പറഞ്ഞാൽ എൻ്റെ ഒരു ഇപ്പോൾ സെലിബ്രിറ്റി വാല്യൂവും ജീവിതത്തിൽ എനിക്ക് വന്ന അനുഭവങ്ങളൊക്കെ അവർ മൊത്തം എല്ലാം കണക്കിലെടുത്തിട്ടായിരിക്കും. എന്നാലും ടോട്ടലി ഞാനവിടെ പോയി എല്ലാവരെയും സന്തോഷിപ്പിച്ച് വരാൻ എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എബ്രോഡാണ്. ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ വിഷുവിനെ കുറേ ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദുബായ്. അതുപോലെ ഈ ഇവിടെ എത്തിയ ഈ സമയത്ത് തന്നെ ആണെങ്കിലും സമയമില്ലല്ലോ, ഞാനൊന്ന് വന്ന് കാണാൻ തന്നെ എന്ത് പാടുപെട്ടാണ് വരുന്നത്. അല്ല, അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള മനുഷ്യനാണ്. കാരണം എല്ലാം ടൈമിംഗ് വെച്ച് പോകുന്ന ഒരാളാണ്. അപ്പോൾ കൃത്യമായിട്ട് ഒരാളെന്ന് പറഞ്ഞാൽ ആ സമയം ഞാൻ അവർക്ക് വേണ്ടി മാറ്റി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും സമയത്തിന് വരണമെന്നില്ല കേട്ടോ. അതുകൊണ്ട് ടോട്ടലി എല്ലാം തെറ്റിപ്പോകാം. പക്ഷെ എന്നാൽ പോലും ഞാൻ 90% എൻ്റെ ആ ഒരു വാക്ക് പാലിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഏതായാലും അവർ TV 24/7 അങ്ങ് ഇത്രയും നേരം ചെലവഴിച്ചതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഈ വിഷുവിൻ്റെ അവസരത്തിൽ ദുബായിൽ എത്താൻ സാധിച്ചതും ഇവിടെ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് എനിക്കങ്ങനെ ഒരു ചാൻസ് കിട്ടിയതിനും. മാത്രമല്ല വിഷു ഇപ്പോൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നാട്ടിൽ വിഷുവൊക്കെ കഴിഞ്ഞു, പക്ഷേ ഓണം വരെ ഇവിടെ വിഷു ആഘോഷിക്കും. അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ. പിന്നെ എൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഈസ്റ്റർ വരുന്നു, ഈസ്റ്റർ ആശംസകൾ. പിന്നെ പെരുന്നാൾ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ, അപ്പോൾ പെരുന്നാളിൻ്റെയും ആശംസകൾ. താങ്ക് യു. നന്ദി. ശരിക്കും ദിനേശ് ചേട്ടന് നമുക്ക് മറക്കാൻ പറ്റില്ല. നമ്മുടെ ചാനലിൻ്റെ ഫസ്റ്റ് മെസ്സേജ്, വീഡിയോ മെസ്സേജ് തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത ആളാണ്. അപ്പം ഒന്നുകൂടെ നമ്മുടെ സ്വന്തം, അതായത് നമ്മുടെ ചാനലിൻ്റെ തന്നെ സ്വന്തം ആളാണ്. താങ്ക് യു ചേട്ടാ.
This program brought to you by NK Group. Lucky Center and Lucky Department Store, Ajuman.